ഹായ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ആഡ്കോമിന്റെ ഗെയിമിംഗ് ഹെഡ്ഫോൺ പരിചയപ്പെടുത്താനായിട്ടാണ്. ഇത് മുന്നേ ഒരുപാട് മലയാളം യൂട്യൂബേഴ്സ് ചെയ്തൊരു വീഡിയോ ആണ്. എന്നാലും ആ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഈ ഹെഡ്ഫോൺ ഒന്ന് മേടിക്കണം എന്ന് തോന്നി. അതാണ് ഈ ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇതിന്റെ ശരിക്കുള്ള ക്വാളിറ്റി, ഇതിന്റെ മൈക്രോഫോൺ ക്വാളിറ്റി, ഇത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ചെറിയൊരു വീഡിയോയും കൂടി മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക വെച്ചെങ്കിലും അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കുക വെച്ചെങ്കിലും ആഡ്കോമിന്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നോക്കാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ പാർട്ട് മെയിൻ ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. പിന്നെ ഇതിന്റെ മൈക്കിന്റെ കാര്യം നോക്കുക വെച്ചെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഈ ഒരു പാർട്ട് സ്ട്രെച്ചബിൾ ആണ്, നമുക്ക് ഏത് സൈസിലുള്ളവർക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കുഷൻ നോക്കുക വെച്ചെങ്കിൽ അത്യാവശ്യം കംഫർട്ടാണ്, സോഫ്റ്റ് കുഷനാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കേബിൾസിലോട്ട് വരിക വെച്ചെങ്കിൽ വോളിയം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ബട്ടണും മൈക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണും RGB ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണും കൊടുത്തിട്ടുണ്ട്. RGBയുടെ കാര്യം നോക്കുക വെച്ചെങ്കിൽ RGB സിംഗിൾ കളറാണ്, അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നോക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വോളിയം ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ബട്ടണും കൂടി വന്നിട്ടുണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. കേബിൾസിന്റെ കാര്യം നോക്കുക വെച്ചെങ്കിൽ ഈ ഒരു കേബിള് ബ്രേഡഡ് കേബിൾ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേബിളാണ്. പിന്നെ ഇത് കണക്റ്റിംഗ് ടൈപ്പ് USB ആണ്. പിന്നെ നോക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ചെവിക്ക് ഡിസ്കംഫർട്ട് ആവാത്ത തരത്തിലുള്ള ഒരു വോയിസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, ഗെയിമിങ്ങിനായാലും എഡിറ്റിങ്ങിനായാലും നല്ലൊരു വോയിസ് തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നേരം ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇനി പറഞ്ഞാൽ അതിന്റെ ലിമിറ്റേഷൻ സൈഡാണ്. ഈ ഒരു കുഷൻ സൈഡ് നോക്കുക വെച്ചെങ്കിൽ അത്യാവശ്യം ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു കുഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഓവർ സൈസൊക്കെ ആയതുകൊണ്ട് എത്ര പേർക്ക് ഇത് പറ്റുന്നറിയില്ല. എന്നാലും എൻ്റെ ഒരു കാര്യം നോക്കുക വെച്ചെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, ഒന്ന് യൂസ് ചെയ്ത് കംഫർട്ട് ആവേണ്ടി വരും. അത്യാവശ്യം ബൾക്കായിട്ടാണ് ഈ ഒരു കുഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ RGB ആണ്, ഞാൻ പറഞ്ഞ സിംഗിൾ കളറാണ്. ഡിസൈൻ പാർട്ടും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് മേ ബി പറ്റിക്കൊള്ളണമെന്നില്ല. വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ായിട്ട് പോകുന്നത് ഇതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ മൈക്രോഫോൺ. അപ്പോൾ എത്രത്തോളം മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്രോഫോണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വോയിസിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗ് നടത്തിയില്ല, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിലെ എല്ലാം പാട്ട് എടുത്തു പറഞ്ഞു എന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലുമായിട്ട് അടുത്ത ദിവസം കാണാം.